ഇന്ന് സൺഡേ നമുക്ക് ഏഞ്ചൽ റീഡിങ്ങിലേക്ക് പോവാം. നമ്മൾ ഇന്ന് നമ്മുടെ ഗാർഡിയൻ ഏഞ്ചൽസ് എന്നാണ് പറയുന്നത്. 3 ക്വസ്റ്റ്യൻസ് മനസ്സിൽ വിചാരിച്ചോളൂ. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാം. ഈ 3 സ്പ്രെഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആദ്യത്തെ ഇത്രയും നാളിൽ പ്രോബ്ലംസിലൂടെയാണ് നമ്മൾ കടന്നു പോയിരിക്കുന്നതെങ്കിൽ നമ്മളിലേക്ക് ഒരു സക്സസ് വരുന്നു എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞു തരുന്നത്. നമ്മൾ എങ്ങും തോറ്റു പോയിട്ടില്ല. നിങ്ങളിലേക്ക് ഒരു സക്സസ്, നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു സക്സസ് കടന്നു വരുന്നു എന്നാണ് ഏഞ്ചൽസ് നമുക്ക് ഈ സക്സസ് എന്ന കാർഡിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയും നാള് നമ്മൾ പല സാഹചര്യത്തിലും, ജോലിയിലാകാം, റിലേഷനിലാകാം, എല്ലാം നമ്മൾ തോറ്റു പോകുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ, നമ്മൾ എല്ലാത്തിനെയും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു വിജയം വന്നു ചേരുന്നു എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ പറഞ്ഞു തരുന്നത്. അടുത്ത കാർഡ് ഹെൽപ്ഫുൾ പീപ്പിൾ എന്നാണ്. നിങ്ങളുടെ വിശ്വസ്തരായ ആൾക്കാർ ആരെങ്കിലും, നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, നിങ്ങളുടെ ബന്ധുക്കളാവാം, അല്ലെങ്കിൽ ആ ഫ്രണ്ട്സ് ആവാം, ആരെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ളവരിൽ നിന്ന് സഹായങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് സഹായം നയിക്കുകയാണ് ഹെൽപ്ഫുൾ പീപ്പിൾ എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ചുറ്റും നിങ്ങളെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്, ആ ആൾക്കാരിൽ നിന്ന് നിങ്ങൾ സഹായം സ്വീകരിക്കണം എന്നാണ് ഏഞ്ചൽ നമുക്ക് ഹെൽപ്ഫുൾ പീപ്പിൾ എന്ന കാർഡിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ സഹായം നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഈ കാർഡ് വഴി ഏഞ്ചൽസ് നമുക്ക് പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ കാർഡ് വരുന്നത് ട്രസ്റ്റ് എന്നാണ്. നിങ്ങൾ എല്ലാത്തിനെയും വിശ്വസിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സങ്കടകരമായ അവസ്ഥയാണെന്ന് കരുതി എല്ലാം യൂണിവേഴ്സ് തകർത്തെറിഞ്ഞു എന്നൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകരുത്. ദൈവം ഇതിലും നല്ലത് എന്തോ നമുക്ക് മുന്നോട്ട് തരാനിരിക്കുന്നു എന്നൊരു വിശ്വാസത്തിൽ വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ആ വിശ്വാസത്തിലെയാണ് ട്രസ്റ്റ്. നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക. നമ്മൾ യൂണിവേഴ്സ് നല്ലതിനെ കൊണ്ട് തരത്തില്ല, നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുക എന്നാണ് ഈ ട്രസ്റ്റ് കാർഡ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പഠിക്കുക. ആദ്യം നിങ്ങൾ യൂണിവേഴ്സിന്റെ പ്രോസസ്സിനെ വിശ്വസിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളിലേക്ക് സക്സസ് ഒക്കെ വന്നു ചേർന്നോളൂ. നിങ്ങൾ യൂണിവേഴ്സിന്റെ പാതയിലായിരിക്കണം എപ്പോഴും നീങ്ങേണ്ടത്. ഇല്ല, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പാതയിൽ നിങ്ങളുടെ സോൾ പർപ്പസ് അല്ലാത്ത പാതയിൽ നീങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഫെയിലുവർ എന്ന സിറ്റുവേഷൻ വരുന്നത്. അപ്പോഴാണ് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. യൂണിവേഴ്സ് നിശ്ചയിച്ചുള്ള പാതയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ വിശ്വാസമില്ലായ്മ വരത്തില്ല. യൂണിവേഴ്സ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പാത നിർണ്ണയിക്കുന്നത്, നമ്മളെ കൊണ്ടുപോകുന്നത്. അല്ലാതെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവിടെ വെച്ച് നമുക്ക് ഓരോ പ്രോബ്ലംസ് നേരിടേണ്ടി വരും. അപ്പം നിങ്ങൾ യൂണിവേഴ്സിന്റെ പ്രോസസ്സിനെ വിശ്വസിക്കുക, മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ വന്നു ചേരും എന്നാ പറയുന്നത്. അപ്പം യൂണിവേഴ്സ് എന്ത് കാണിക്കുന്നു അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ഈ ഏഞ്ചൽ റീഡിങ്ങിൽ പറയുന്നത്. അപ്പം ഓൾ ഓവർ ആയിട്ട് ഏഞ്ചൽസ് നമുക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്നും ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട അവസ്ഥയില്ല. നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് ഒരു പക്ഷേ തടസ്സങ്ങൾ വന്നേക്കാം, അത് യൂണിവേഴ്സ് തരുന്ന ഒരു തടസ്സങ്ങളായിരിക്കാം. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, നല്ല എനർജിയിലേക്ക് പോവുക, നല്ല ഹാപ്പിനെസ് കണ്ടെത്തുക. യൂണിവേഴ്സിന്റെ എനർജിയുമായിട്ട് മാച്ചിങ് ആവുന്ന എന്ത് നടപടി നിങ്ങൾ എടുത്താലും അത് നല്ലതായി അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് യൂണിവേഴ്സിന്റെ പ്രോസസ്സിൽ വിശ്വസിക്കുക എന്നാണ് ഏഞ്ചൽസ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ താങ്ക് യു ഏഞ്ചൽ എന്ന് ടൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.